PR സുനിലിന്റെ വിശദാംശങ്ങളുമായ സുനിൽ, എത്രത്തോളം ദുഷ്കരമായിരുന്നു ദൗത്യം എന്നതാണ്. കാരണം ജനവാസ മേഖലയിൽ സാധാരണക്കാരെ, ഗ്രാമവാസികളെയൊക്കെ മറയാക്കിക്കൊണ്ടായിരുന്നു ഇവർ ഒളിത്താവളം തീർത്തത്. ഇതിൽ കുട്ട ഉൾപ്പെടെയുള്ള, അതായത് ഷാഹിദ് കുട്ട ഉൾപ്പെടെയുള്ള TRFന്റെ കമാൻഡറായിട്ടുള്ളവരെ ഉൾപ്പെടെ വധിക്കാനായത് സൈന്യത്തിന്റെ വലിയ നേട്ടമായി തന്നെ നമ്മൾ വിലയിരുത്തണം, അല്ലേ? വിനീത, തീർച്ചയായും സൈന്യത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് ഈ 48 മണിക്കൂറിൽ നടന്ന ഏറ്റുമുട്ടൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇപ്പോൾ സേനയുടെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഷോപ്പിയാനിലും പുൽവാമയിലെ ത്രാലിലുമായിരുന്നു കഴിഞ്ഞ 48 മണിക്കൂറിൽ ഏറ്റുമുട്ടൽ നടന്നത്. ഇതിൽ ഷോപ്പിയാനിൽ വനത്തിനുള്ളിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. അതേസമയം പുൽവാമയിലെ ത്രാലിൽ ഒരു ഗ്രാമത്തിലായിരുന്നു ഏറ്റുമുട്ടൽ. ഇവിടെ ഭീകരവാദികൾ ഓരോ വീടുകൾക്കുള്ളിൽ കയറി ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ജനവാസ കേന്ദ്രമായിരുന്നു. അപ്പോൾ വലിയ ശ്രമകരമായിരുന്ന ദൗത്യമായിരുന്നു ഇവിടെ ഏറ്റുമുട്ടലുമായി മുന്നോട്ട് പോവുക എന്നത്. പിന്നീട് ആ പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരെയും ഒഴിപ്പിച്ച ശേഷമായിരുന്നു ഏറ്റുമുട്ടൽ നടത്തിയത്. ഏതായാലും ഇതിലാണ് ഷാഹിദ് കൂട്ട ഉൾപ്പെടെയുള്ള TRFന്റെ കമാൻഡറെ അടക്കം വധിക്കാൻ കഴിഞ്ഞുവെന്ന് ഇപ്പോൾ സൈന്യം ചൂണ്ടിക്കാണിക്കുന്നത്. ജമ്മു കാശ്മീരിൽ പല ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ഒരു ഭീകരനാണ് ഈ ഒരു ഷാഹിദ് കൂട്ടോ. ഏതായാലും ഈ ഷാഹിദ് കൂട്ടോവിനെ വധിക്കാനായത് വലിയ നേട്ടം എന്നാണ് ഇപ്പോൾ സൈന്യം ചൂണ്ടിക്കാണിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഷോപ്പിയാനിലും പുൽവാമയിലെ ത്രാലിലും നടന്ന ഈ ഏറ്റുമുട്ടലിൽ 6 ഭീകരരെയാണ് സൈന്യത്തിനെ വധിക്കാനായത്. ഏതായാലും വലിയ തെരച്ചിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലാകെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഈ ഭീകരർ എവിടെ ഒളിച്ചു എന്നത് കണ്ടെത്താനുള്ള നീക്കങ്ങൾ വളരെ സജീവമായി നടത്തുകയാണ്. ഇവർ പാക് അധീന കശ്മീരിലേക്ക് കടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇവരെ സഹായിച്ച ഭീകരർ ഇപ്പോഴും ഈ കശ്മീർ മേഖലയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള തിരച്ചിലാണ് സജീവമായി നടക്കുന്നത്. അതിനിടയിലാണ് ഷോപ്പിയാനിലും പുൽവാമയിലെ ത്രാലിലും ഒക്കെ തന്നെ ഇപ്പോൾ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തുകയും കഴിഞ്ഞ 48 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിൽ 6 പേരെ വധിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. സൈന്യത്തിന്റെ വലിയ നേട്ടം എന്ന് തന്നെ നമ്മൾ വിലയിരുത്തുകയും വേണം. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിനിടെ